ഹേ ഗായ്സ്, കിൽ എന്ന മൂവിയുടെ ഒരു റിവ്യൂ ആണ്. നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവി എവർ എന്നൊരു ടാഗ് ലൈൻ നൽകാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. നമ്മൾ സിനിമയിൽ ഒരുപാട് വില്ലന്മാരെ കണ്ടിട്ടുണ്ട്. വില്ലന്മാരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് അവരെ ഒന്ന് വലിച്ചു കീറാനും തോന്നാറുണ്ട്, ശരിയല്ല? നമുക്ക് തന്നെ ദേഷ്യവും സങ്കടവും വിഷമവും അരിശവും ഒക്കെ തോന്നുന്ന സമയത്ത് ഇവന്മാരെ കയ്യിൽ കിട്ടിയ ചെവിക്കല്ലടിച്ചു പൊളിക്കാനും തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്ന സമയത്ത് വില്ലന്മാർക്ക് കിൻഡൽ കണക്കിന് ഇടി കിട്ടിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കിൽ മൂവി ഓടുന്ന സിനിമാ തിയേറ്ററിലേക്ക് വിട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, പോകുമ്പോൾ നല്ല തിയേറ്റർ നോക്കി സെലക്ട് ചെയ്യുക. നല്ല അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഉള്ള തിയേറ്റർ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. 1.25 മണിക്കൂറുള്ള പടത്തിൽ 1.5 മണിക്കൂറും വയലൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത വയലൻസ്. പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പോക്കാണ്. റോളർ കോസ്റ്റർ റൈഡിൽ കയറിയ പോലെയാണ്. വയലൻസ് കൊണ്ട് ആറാട്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ആറാട്ടാണ് വയലൻസിന്. തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ചാണ് പടം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കുട്ടികളെ കാണിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവിയാണ്. അപ്പോൾ വയലൻസ് രംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ മുതിർന്ന ആളുകൾക്ക് പടക്കം പടമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.